കുട്ടികൾക്കാണെങ്കിലും മുതിർന്ന ആൾക്കാർക്കാണെങ്കിലും ഒരുപോലെ കുടിക്കാൻ പറ്റുന്ന ഒരു വളരെയധികം അടിപൊളി ജ്യൂസിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ വരുന്നത്. മലയാളികൾക്കല്ല, ഇന്ത്യയിൽ പല ആൾക്കാർക്കും വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണിത്. അതായത് ABC ജ്യൂസ്. ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റും കൂടി ഇട്ടിട്ടുള്ള ഈ ഒരു ABC എന്ന് പറഞ്ഞ ഒരു പോഷക സമൃദ്ധമായ ഈ ഒരു ജ്യൂസിനെ പറ്റി നമ്മൾ പല ആൾക്കാരും, ഒരു മെജോറിറ്റി ആൾക്കാരും ഇതിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ABC ജ്യൂസ് പല ആൾക്കാരും കുടിച്ച് അത് കുറച്ചധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ഇത് ആർക്കൊക്കെയാണ് ABC ജ്യൂസ് കുടിച്ചുകൂടാത്തത്? അപ്പൊ അതിനെയൊക്കെ പറ്റി ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ ആദ്യം ഞാൻ ABC ജ്യൂസ് എന്താണ്, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിന്റെ ഗുണങ്ങൾ എന്താണ്, വീഡിയോയുടെ അവസാനം ഞാൻ ഇത് ആർക്കൊക്കെ കുടിച്ചുകൂടാ, ഇത് ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ കുടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും, ഏതൊക്കെ മരുന്ന് കഴിക്കുന്നവർ ഇത് കുടിച്ചുകൂടാ, ഇതിനെ പറ്റിയൊക്കെ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടും വ്യക്തമായിട്ടും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക, വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഒരുപാടധികം ആൾക്കാർക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി അറിയത്തില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എല്ലാ ആൾക്കാരും കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് നമ്മുടെ ആപ്പിൾ. ഈവൻ ക്യാരറ്റും പല ആൾക്കാരും നമ്മൾ കഴിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ കഴിക്കാത്തൊരു വെജിറ്റബിൾ ആണ് നമ്മുടെ ബീട്രൂട്ട് എന്ന് പറയുന്നത്. കാരണം ബീട്രൂട്ട് കഴിക്കാത്ത മെയിൻ കാരണം അതിന്റെ ഒരു ചവർപ്പ് ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ തന്നെയാണ് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത്. വളരെയധികം എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ആ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ളതാണ്. പക്ഷെ പല ആളുകൾക്കും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല, എസ്പെഷ്യലി കുട്ടികൾക്ക് ഈ ഒരു ചവർപ്പ് ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല. ഇന്ന് ഞാൻ പറയുന്ന ആ ഒരു മെഷർമെന്റിൽ നിങ്ങൾ ഈ ഒരു ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാ ആൾക്കാർക്കും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. ഞാൻ കുറച്ചധികം ടിപ്സ് ഈ ബീട്രൂട്ട് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുത്താം എന്നുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഇതിൽ കൂടി തരുന്നതായിരുന്നു. അപ്പൊ ABC ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്. അപ്പോ നമുക്കറിയാം ഈ ഒരു ABC ജ്യൂസ് വളരെയധികം ഫൈബർ കണ്ടന്റ് ഉള്ളതാണ്. കാരണം ആപ്പിളിലും ബീട്രൂട്ടിലും ക്യാരറ്റിലും ഒരുപാടധികം ഫൈബർ ഉണ്ട്. അപ്പോ ചില ആൾക്കാർ എന്നോട് ചോദിക്കും, ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നതാണോ നല്ലത്, വെറുതെ കഴിക്കുന്നതാണോ നല്ലത്? അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഫ്രൂട്ട് ജ്യൂസിനെക്കാളും നമ്മൾ വെറുതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ABC ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ട് ആപ്പിളും ഒരു ക്യാരറ്റും അതുപോലെ തന്നെ അര ബീട്രൂട്ടുമാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ ഈ 2 ആപ്പിളും ഒരു ക്യാരറ്റും അര ബീട്രൂട്ടും ഇട്ടിട്ട് നമ്മൾ അത് ജ്യൂസ് അടിച്ച് എടുക്കുമ്പോൾ അതൊരു ഏകദേശം 1 ഗ്ലാസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ 1 ഗ്ലാസ് ജ്യൂസ് എന്ന് പറയുമ്പോൾ പിന്നെ കുറച്ച് വെള്ളം നിങ്ങൾ ആഡ് ചെയ്യും, ഒന്ന് അരഞ്ഞു വരാൻ വേണ്ടി മാത്രമേ വെള്ളം ആഡ് ചെയ്യാവൂ. അപ്പൊ ഇത് നമുക്ക് 1 ഗ്ലാസ് ഉണ്ട്. ഈ 1 ഗ്ലാസ്സില് 1 ഗ്രാം ആയിരിക്കും ഇതിന്റെ ഫൈബർ കണ്ടന്റ്. നേരെ തിരിച്ച് നിങ്ങൾ 2 ആപ്പിളും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഒരു അര ബീട്രൂട്ട് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം കൂടി 8.5 ഗ്രാം ഫൈബർ കിട്ടും. പക്ഷേ നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കി 1 ഗ്ലാസ് കുടിക്കുമ്പോൾ ഇതിന്റെ ഫൈബർ കണ്ടന്റ് 1 ഗ്രാം ആയിട്ട് കുറയും. അപ്പൊ എപ്പോഴും നല്ലത് നമ്മൾ ഈ 3 വെജിറ്റബിളും ഈ ഒരു ഫ്രൂട്ട്, ദാറ്റ് ഈസ് നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട് അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൾ, ഇത് 3 നമ്മൾ പച്ചക്ക് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് റോ ആയിട്ട് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മൾ അത്രയും കഴിക്കത്തില്ല. ഇപ്പൊ 2 ആപ്പിളും 1 ക്യാരറ്റും അര ബീട്രൂട്ടും നമ്മൾ ആരും അങ്ങനെ പച്ചക്ക് കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. മാത്രമല്ല നമ്മുടെ ബീട്രൂട്ടിന്റെ ഇൻടേക്ക് വരെ വളരെയധികം കുറവാണ്. പല ആൾക്കാരും ബീട്രൂട്ട് അങ്ങനെ കഴിക്കാറില്ല. ഇപ്പോ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും കഴിക്കുന്ന ഒരു സാധനമാണ് ഈ ബീട്രൂട്ട്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ ആണ് ബീട്രൂട്ട്. പക്ഷെ ഒരുപാടധികം ആൾക്കാർ ബീട്രൂട്ട് വളരെയധികം കഴിക്കുന്ന ആൾക്കാർ കാണത്തില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗുണമെങ്കിലും അത്രയും നമുക്ക് കിട്ടും. പക്ഷെ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് അതിന്റെ അകത്തുള്ള ഇൻസോലബിൾ ഫൈബർ കുറച്ചധികം നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത ഉണ്ട്. എന്നാലും നമുക്കൊരു അതിന്റെ എല്ലാം ഗുണം കിട്ടാനായിട്ട് നമ്മൾ എന്താണെങ്കിലും നമ്മൾ റോ ആയിട്ട് കഴിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. അപ്പൊ ഈ ഒരു ജ്യൂസിന്റെ അകത്ത് വളരെയധികം ഫൈബർ കണ്ടന്റ് ഉണ്ട്. ഫൈബർ കണ്ടന്റ് ഉണ്ടായത് തന്നെ നമുക്ക് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാർക്ക് വളരെയധികം നല്ലതാണ്. ദഹനക്കുറവുള്ള ആൾക്കാർക്ക് ദഹനത്തിന് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഫൈബർ കണ്ടന്റ് ഉണ്ടായിട്ട് ഞാൻ എപ്പോഴും പറയും നമുക്കൊരു ഫുൾനെസ് ഫീൽ ചെയ്യും. അപ്പൊ ഈ ഫുൾനെസ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറ്റുന്നത്, നമുക്കത് ഒരുപാടധികം നമ്മൾ വലിച്ചു വാരി കഴിക്കുന്നത് കുറയും. അപ്പൊ നമുക്ക് പൊണ്ണത്തടി കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല നമുക്ക് വെയിറ്റ് ലോസിന് വളരെയധികം നല്ലതാണ്. കാരണം നമ്മൾ ഒരുപാടധികം ഫുഡ് ഇൻടേക്ക് ചെയ്തില്ല, കാരണം ഈ ഫൈബർ ഉണ്ടായിട്ട്. മാത്രമല്ല നമ്മുടെ കോളൻ ക്യാൻസർ വരുന്നതിന് ഇത് വളരെയധികം പ്രിവെന്റ് ചെയ്യും. കാരണം മലം നല്ല രീതിയിൽ നമ്മുടെ ഇൻറ്റെസ്റ്റൈൻ ക്ലീൻ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു ABC ജ്യൂസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് ഈ ഒരു ABC ജ്യൂസ്. സ്കിൻ വൈറ്റനിങ്ങിന് നല്ലതാണ്, സ്കിൻ ഗ്ലോ കൂട്ടാൻ നല്ലതാണ്. സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒരു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ ടോൺ ഒരു 2 ഷെയ്ഡൊക്കെ നമുക്ക് കൂടി വരുന്നത് കാണാൻ പറ്റും. ബ്രിങ്കിൾസ് വരുന്നത് തടയാൻ പറ്റും, ഏജിങ് കുറയുന്നത് തടയാൻ പറ്റും. ഇതിനകത്ത് ഒരുപാടധികം ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പം ആന്റി ഓക്സിഡൻസ് ഉണ്ടായ തന്നെ ഇത് ഫ്രീ റാഡിക്കൽസ്, നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീ റാഡിക്കൽസിന്റെ എമൗണ്ട് വളരെയധികം രീതിയിൽ കുറയ്ക്കും.
അതുപോലെ തന്നെ കണ്ണിന് വളരെയധികം നല്ലതാണ്. വൈറ്റമിൻ എ ഉണ്ടായിട്ട് തന്നെ കണ്ണിന് വളരെ നല്ലതാണ്. പിന്നെ ഡിമെൻഷ്യ, അതായത് നമ്മൾക്ക് വയസ്സാവും തോറും നമ്മുടെ വരുന്ന മറവി ആ മറവി രോഗം ഡിമെൻഷ്യ മാറ്റാനായിട്ട് വളരെയധികം നല്ലതാണ്. കാർഡിയോവാസ്കുലർ ഹെൽത്തിന് നല്ലതാണ്. നമ്മുടെ ഹാർട്ടിന് വളരെയധികം നല്ലതാണ്. പിന്നെ അടുത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ ലിവറിന് വളരെയധികം നല്ലതാണ്. കാരണം ലിവറിന് ഡീടോക്സിഫർ ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ലിവറിന്റെ അകത്തുള്ള ടോക്സിൻസിനെ എല്ലാം കളയാനായിട്ട്, അല്ലെ വിഷാംശം എല്ലാം മാറ്റാനായിട്ട് വളരെയധികം നല്ലതാണ് ABC ജ്യൂസ്. അടുത്ത ഇമ്മ്യൂണിറ്റി വളരെയധികം രീതിയിൽ കൂട്ടാനും ഈ ഒരു ABC ജ്യൂസ് വളരെയധികം നല്ലതാണ്. അടുത്ത നമ്മുടെ ക്യാരറ്റിനെ പറ്റി പറയാമെങ്കിൽ ഇതിന്റെ അകത്ത് വൈറ്റമിൻ A ഉണ്ട്, വൈറ്റമിൻ C ഉണ്ട്, വൈറ്റമിൻ K ഉണ്ട്, അയൺ ഉണ്ട്, അതുപോലെ തന്നെ കാൽഷ്യം ഉണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്യാരറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്യാരറ്റ് വളരെയധികം നല്ലതാണ് നമ്മുടെ കണ്ണിന്റെ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെയധികം നല്ലതാണ് ഈ ക്യാരറ്റ്. മാത്രമല്ല അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ള ആൾക്കാർക്കും വളരെയധികം നല്ലതാണ്. കാരണം അയൺ ഇതിന്റെ അകത്തുണ്ട്, പൊട്ടാസ്യം ഇതിന്റെ അകത്ത് ഒരുപാടുണ്ട്. അപ്പോൾ പൊട്ടാസ്യം കുറവുള്ള ആൾക്കാർക്ക് ഇത് വളരെയധികം നല്ലതാണ്. അടുത്ത ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ ബീട്രൂട്ടിന്റെ അകത്ത് ഫോളേറ്റ് ഉണ്ട്, മാംഗനസ് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, വൈറ്റമിൻ A ഉണ്ട്, വൈറ്റമിൻ C ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ബീട്രൂട്ട്. മാത്രമല്ല ഓർമ്മക്കുറവ് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ബീട്രൂട്ടാണ്. കാരണം ഇത് ഡിമെൻഷ്യ കുറയാനും മറവി രോഗം മാറ്റാനൊക്കെ വളരെയധികം നല്ലതാണ് നമ്മുടെ ബീട്രൂട്ട്. കൊച്ചുകുട്ടിയൊക്കെ ബ്രെയിൻ ഡെവലപ്മെന്റ് നമുക്ക് നന്നായിട്ട് നമ്മൾ ഈ ഒരു ബീട്രൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബ്രെയിൻ ഡെവലപ്മെന്റ് നല്ല രീതിക്ക് നടക്കും. ഇനി ആപ്പിളിൽ വന്നിട്ട് വൈറ്റമിൻ B ഉണ്ട്, വൈറ്റമിൻ C ഉണ്ട്, അതുപോലെ വൈറ്റമിൻ A ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാടധികം ഫൈബറും ഉണ്ട് ഈ ഒരു ഇതിൽ. പിന്നെ മാത്രമല്ല പൊട്ടാസ്യം ഇതിന്റെ ഈ ആപ്പിളിന്റെ അകത്ത് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇത്രയും 3 ഫ്രൂട്ട്സും കൂടെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വളരെയധികം രീതിയിൽ ന്യൂട്രിയന്റ് റിച്ച് ആയിട്ടൊരു ജ്യൂസാണ് ഈ ഒരു വൈറ്റമിൻ ABC ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റ് ഒരുമിച്ച് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി ഗുണവും കൂടി ഈ ഒരു ജ്യൂസിൽ നമുക്ക് കിട്ടുകയും ചെയ്യും, അത് നമ്മുടെ ശരീരത്തിന് കിട്ടുകയും ചെയ്യും. അപ്പം ഇൻഡിവിജ്വലി നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഇത്രയും കഴിക്കത്തില്ല. അപ്പൊ നമ്മൾ മറ്റേതെന്ന് പറയുമ്പോൾ ഒരു അര ബീട്രൂട്ടും ഒരു ക്യാരറ്റും 2 ആപ്പിളും നമ്മുടെ വയറിലേക്ക് ചെല്ലുകയാണ്. പക്ഷെ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും കഴിക്കത്തില്ല ഒരാളും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ ജ്യൂസ് അടിച്ച് നമുക്ക് 1 ഗ്ലാസ് വീതം എല്ലാ ദിവസവും വൈകുന്നേരമോ രാത്രിയോ അല്ലെങ്കിൽ രാവിലെയോ നിങ്ങളിത് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനി ഇത് ആരൊക്കെയാണ് കഴിച്ചുകൂടാത്തത്? പിന്നെ പല ആൾക്കാർ എന്ത് ചെയ്യും, വെള്ളത്തിന് പകരം ഈ ജ്യൂസ് കുടിക്കാമോ എന്ന് ചോദിക്കും. കാരണം സ്കിൻ ബ്രൈറ്റനിങ്ങും ഒക്കെ ആയിട്ടുള്ള ഏജന്റ് ആയത് വെള്ളത്തിന് പകരം നമുക്ക് ഇത് കുടിക്കാമോ എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല. ഇതിന്റെ അകത്ത് ഒരുപാടധികം പൊട്ടാസ്യത്തിന്റെ കണ്ടന്റ് ഉണ്ട്, പൊട്ടാസ്യം കണ്ടന്റ് ഉണ്ട്. കാരണം ബീട്രൂട്ടിലും ക്യാരറ്റിലും നമ്മുടെ ആപ്പിളിലും ഒരുപാടധികം പൊട്ടാസ്യം ഉണ്ട്. അപ്പൊ ഈ പൊട്ടാസ്യം ഉണ്ടായിട്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇത് ഒരുപാട് കഴിക്കരുത്. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ റീനൽ സ്റ്റോൺസ്, കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഈ കിഡ്നി പ്രശ്നമുള്ള ആൾക്കാർക്കാണെങ്കിൽ, ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവർ ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അവർക്ക് പൊട്ടാസ്യത്തിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടും. പൊട്ടാസ്യത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഒരുപാടധികം പിന്നെയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇത് കുടിക്കാതിരിക്കുക. കിഡ്നി പ്രശ്നമുള്ള ആൾക്കാരാണ്, ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കുടിക്കരുത്. മാത്രമല്ല നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാ ദിവസവും 1 ഗ്ലാസ് കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ വയാഗ്ര കഴിക്കുന്ന ആൾക്കാർ ഇത് കഴിക്കാതിരിക്കുക. പൊട്ടാസ്യം സ്പാരിംഗ് പിന്നെ വയാഗ്ര കഴിക്കുന്ന ആൾക്കാർ ഇത് കഴിക്കാതിരിക്കുക. പൊട്ടാസ്യം സ്പാരിംഗ് ഡയൂററ്റിക്സ് കഴിക്കുന്ന ആൾക്കാർ ഇത് കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ ACE ഇൻഹിബിറ്റേഴ്സ് കഴിക്കുന്ന ആൾക്കാർ ഇത് കഴിക്കാതിരിക്കുക. അപ്പൊ ഈ 3 മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരും ഇത് കഴിക്കരുത്. പിന്നെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ളവർ ഇത് കഴിക്കരുത്. ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോം, അതായത് നമ്മുടെ ക്രോൺസ് ഡിസീസും അൾസറേറ്റീവ് കോളൈറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാരും ഈ ഒരു ജ്യൂസ് കുടിക്കരുത്. കിഡ്നി പ്രശ്നമുള്ള ആൾക്കാർ ഇത് കുടിക്കരുത്. കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാർ ഇത് കുടിക്കരുത്. ഇത് അമിതമായിട്ട് കുടിച്ചാൽ നമുക്ക് കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ABC ജ്യൂസിന്റെ ഗുണങ്ങളും ഇത് ആർക്ക് കുടിച്ചുകൂടാന്നുള്ള കാര്യം. പിന്നെ ഇതിന്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ലെമൺ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ കുറച്ച് ഓറഞ്ചും ആഡ് ചെയ്യാം. അപ്പൊ ഓറഞ്ച് ആഡ് ചെയ്യുമ്പോൾ ലെമൺ ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിന്റെ ടേസ്റ്റ് കുറച്ചുകൂടെ നല്ല, ലെമണിന്റെ ഓറഞ്ചിന്റെ കുറച്ചൊരു പുളി കിട്ടുമ്പോൾ ഇത് കുറച്ചുകൂടി ഇതിന്റെ ടേസ്റ്റ് വളരെയധികം നല്ലതാവുകയും എളുപ്പത്തിൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുകയും ചെയ്യും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അരിച്ചു കുടിക്കാം. പക്ഷെ അരിച്ചു കുടിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് അരിക്കാതെ കുടിക്കുന്നതാണ്. കൊച്ചുകുട്ടിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കത് അരിച്ചു കൊടുക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു ABC ജ്യൂസിനെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള എല്ലാ വിവരവും കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അതുപോലെ എന്തെങ്കിലും കണ്ടന്റ്സിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്യണമെങ്കിലോ വാട്ട് യു ഹാവ് ടു ഡു നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോയി കമന്റ് ചെയ്യുക. ടിൽ ദെൻ ഇറ്റ്സ് മീ പ്രണവ് പി നായർ സൈനിങ് ഓഫ്. ബൈ ബൈ.